അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബ്ഹ് നിസ്കരിക്കുക. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് നബി ചെയ്താ പറഞ്ഞത്, കിടന്നുറങ്ങിയെടുത്തുനിന്ന് സുബ്ഹിന്റെ ശേഷം എഴുന്നേറ്റ് പോവുക. പോയിട്ട് മുസ്ദലിഫിന്റെ അങ്ങേയറ്റത്ത് മഷ്അറുൽ ഹറാം, മസ്ജിദുൽ മഷ്അരിൽ ഹറാം, അങ്ങനെ തന്നെ അതിന്റെ വലിയ ബോർഡ് കാണാം. ഒരു പള്ളിന്റെ അവിടെ, വലിയൊരു പള്ളി. പണ്ടവിടെ പള്ളിയിലായിരുന്നു. ഖുർആനിൽ പറഞ്ഞതാണ് ഈ മഷ്അറുൽ ഹറാം. ആ മഷ്അറുൽ ഹറാം വദ്കുറുല്ലാഹ ഇൻദൽ മഷ്അരിൽ ഹറാമി, മഷ്അറുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. അതുപോലെ തന്നെ വദ്കുറൂഹു കമാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനാൽ അവനെ നിങ്ങൾ ഓർക്കുകയും ചെയ്യുക എന്ന് ഖുർആൻ ബഖറ 198 ആയത്ത് പറയുന്നുണ്ട്. അപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മഷ്അറുൽ ഹറാം, അന്ന് പള്ളിയില്ല, മഷ്അറുൽ ഹറാം എന്നത് ആ സ്ഥലത്തിന്റെ പേരാണെന്നും ആ കുന്നിന്റെ പേരാണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും എന്നാടൊരു പള്ളിയുണ്ട്, നമ്മൾ പള്ളി നോക്കണ്ട, പള്ളി നിൽക്കുന്ന ആ ഭാഗം ഒക്കെ മഷ്അറുൽ ഹറാമാണ്. നബി സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ കിടന്നിടത്തുനിന്ന് നടന്ന് മുന്നോട്ട് വന്ന് ഈ മഷ്അറുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് നബി പ്രാർത്ഥിച്ചു. ഈ ആയത്തിലെ കൽപ്പന നടപ്പിലാക്കി. എന്താ? മഷ്അറുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, പ്രാർത്ഥിക്കണം. അപ്പൊ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പായി അവിടുന്ന് നീങ്ങി നടക്കാൻ തുടങ്ങി. എങ്ങോട്ട്? മിനയെ കൂടിയാണ് ജംറയ്ക്കാ പോകേണ്ടത്. നമുക്ക് മിനയേക്കാ പോകേണ്ടത്, കാരണം മിനയിൽ നമ്മളെ സാധനമൊക്കെ ഉള്ളത്, നമ്മളെ ടെന്റ് അവിടെയാണല്ലോ. അപ്പൊ മിനയിലേക്ക് പോകണം, മിനയിൽ ജംറയിൽ പോകണം. ഇതാണ് നബിന്റെ സുന്നത്ത്. നമുക്കും അങ്ങനെ പറ്റും. നമ്മൾ കുറച്ച് അപ്പുറം കിടന്നെങ്കിൽ സുബ്ഹിസ്കാരം കഴിഞ്ഞിട്ട് കഴിയെങ്കിൽ മുന്നോട്ട് കിടക്കുക. എന്നിട്ട് ഈ മഷ്അറുൽ ഹറാം അതിന്റെ അടുത്ത ഭാഗങ്ങളോ കണ്ടുപിടിക്കുക. അവിടെ എത്തിയാൽ അവിടെ ഈ സമയം വരെ, സൂര്യൻ നിൽക്കുന്നത് വരെ പ്രാർത്ഥിക്കുക. ഇല്ലേ, നമ്മൾ കാണില്ല, നോക്കിയിട്ട് നടത്താനില്ല, എന്നാ പിന്നെ നടക്കുക. അങ്ങനെ നടന്നിട്ട് മിനയിലേക്ക് പോവുക. ഒരു സുന്നത്ത് നഷ്ടപ്പെടും. നമ്മൾ ശ്രമിച്ചു, കിട്ടിയില്ല, കൂലി അല്ലാഹ് തരും, നിയ്യത്തുണ്ടല്ലോ. അങ്ങനെ നടന്നു പോകാം. പലപ്പോഴും ഇവിടെ വെച്ച് നമ്മുടെ ഗ്രൂപ്പൊക്കെ പിരിയും. ബസ്സുകാരനെ കാണൂല, ഡ്രൈവറെ കാണൂല, ഓൻ വേറെ ഭാഗത്താവും. ഓനെ തെരഞ്ഞു പോയാൽ നമ്മളെ എല്ലാം കൂടി സമയം പോവും. അപ്പൊ പലപ്പോഴും ആളുകൾ അവിടെ മുതൽ മിനയിലേക്ക് കടന്നു നടക്കാൻ ഞാൻ പറയില്ല, ആഫിയത്ത് കിട്ടും, ആരോഗ്യം വന്നു തരുന്നതാണ്. അപ്പൊ അതിലൊന്നും ബേജാറുണ്ട, ക്ഷീണിച്ചു പോകുന്നില്ല, പ്രാർത്ഥിക്കാം. ബസ്സിന് പോരാ, ബസ്സിന് പോന്നാൽ സമയം വൈകും. അങ്ങനെ വന്ന് ബസ്സുകാര് മിനയിൽ നമ്മുടെ ടെന്റിന്റെ അടുത്ത് ഇറക്കും, സമയം ഉണ്ടെങ്കിൽ, റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ എത്തിയടത്ത് നിൽക്കും. നടന്നോളിന്നറിയും. അവിടെ നമ്മൾ ടെന്റ് നമ്മൾ കണ്ടുപിടിച്ച് നടക്കണം. അപ്പൊ ഒരു നടത്തങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചോളി. അല്ലെങ്കിൽ മുസ്ദലിഫ മുതൽ എവിടം വരെ നടക്കേണ്ടി വരും? മിന വരെ നടക്കേണ്ടി വരും. അതിനൊക്കെ നിയ്യത്ത് ചെയ്ത് പോയാൽ മതി, പ്രയാസമൊന്നുമില്ല. വെള്ളക്കെടുക്ക് കുടിക്കാൻ കിട്ടും. ആൾക്കാരിങ്ങനെ ഫ്രൂട്ട്സ് അതൊക്കെ കൊടുക്കുന്നുണ്ടാവും. വെയിൽ കൊള്ളേണ്ടി വരും. നേരം വെളുത്ത് നടക്കണം, നല്ല തലക്ക് കുത്തുന്ന വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. കുടണ്ടെങ്കിൽ പിടിക്കാം, തലയിൽ കെട്ടാൻ പറ്റില്ലല്ലോ, കാരണം ഇറാമിലല്ലേ. അങ്ങനെ പോരുന്നു. പിന്നെ തിക്കും തിരക്കുണ്ടാകുന്ന സമയമാണ്. എന്തുകൊണ്ട് തിക്കും തിരക്കുണ്ടാകുന്നത്? എപ്പോഴാണ് നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് വരുന്നത്? സൂര്യൻ ഉദിക്കുന്നതോട് കൂടി. അവിടെ നബി ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നബിന്റെ ഭാര്യ സൗദാറിലാണ്, അല്പം തടിയുള്ള ആളായിരുന്നതാണ്, അതുകൊണ്ട് ആരോഗ്യക്കുറവും. അപ്പൊ സൗദക്ക് നബി അനുവാദം കൊടുത്തു രാത്രി തന്നെ പോകാൻ. എവിടുന്ന്? മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകാൻ അനുവാദം കൊടുത്തു. പോകാനേ നബി അനുവാദം കൊടുത്തിട്ടുള്ളൂ. ആർക്ക്? ദുർബലർക്ക്, സ്ത്രീകള്, കുട്ടികള്, പ്രായം ചെന്നവർക്കൊക്കെ നേരത്തെ നടക്കാം. ആരോഗ്യമുള്ളവൻ ഈ പറഞ്ഞ സമയം നിന്നിട്ട് സുബഹി രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടാണ് അവിടുന്ന് പോരേണ്ടത്. പക്ഷെ ഈ ഒരു അളവ് ദുരുപയോഗം ചെയ്ത് ആരോഗ്യമുള്ളവനും ഇല്ലാത്തവനൊക്കെ, നല്ല ആരോഗ്യമുള്ളവനാണ് നേരത്തെ പോരുന്നത്. ഈ ഇറാനികള്, ആഫ്രിക്കൻസ്, ഇവരൊക്കെ നേരത്തെ പോരും. നമ്മൾ നടന്ന് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോ നമ്മളെ ടെന്റിന് എത്താനാവുമ്പോ നേരത്തെ പോയിട്ട് രാവിലെ മുതൽ ളുഹ്ർ വരെ കല്ലെറിയേണ്ടതിന് പകരം പാതിരക്ക് പോയി കല്ലെറിഞ്ഞ് ഓൻ എല്ലാ പണിയും കഴിച്ചിട്ട് ഓൻ തിരിച്ചു മൂടിയിരുന്നുണ്ടാവും മിനയിൽ, ഓന്റെ ടെന്റിലേക്ക്. അപ്പൊ തിരക്കുണ്ടാവും. മിനയിൽ ഒരു തിരക്കും ഉണ്ടാക്കാൻ കഴിയില്ല, ഉണ്ടാവൂല. ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ. ജനങ്ങൾ പറഞ്ഞു കേൾക്കൂല. ഓരോരുത്തരും സ്വാർത്ഥതയാണ്. സൗദി ഗവൺമെന്റ് കുറ്റം തരില്ല. ഇങ്ങോട്ട് ആൾക്കാർ പോകേണ്ട സമയത്ത് നേരത്തെ അപ്പുറം പോയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ എന്തായി? രണ്ടും കൂടി ഓർത്ത്. അപ്പൊ ആൾക്കാർക്ക് പോകാൻ വഴിയില്ല. അങ്ങനെ നമ്മൾ മിനയിലെത്തുന്നു. മിനയിലെത്തി നമ്മളെ ടെന്റ് കീറുക, എന്നിട്ട് ടോയ്ലറ്റ് പോകാം, അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് മിനയിൽ വെച്ച് കല്ല് പെറുക്കണം. അവിടെ അച്ഛൻ നബി പെറുക്കിയത്. ആളുകളൊക്കെ മുസ്ദലിഫയിൽ നിന്ന് പെറുക്കും. മുസ്ദലിഫയിൽ പെറുക്കുന്നത് സുന്നത്തല്ല, പെറുക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ ഇഷ്ടംപോലെ കല്ല് കിട്ടും. അവിടുന്ന് പെറുക്കൽ പുണ്യാണ് വിചാരിച്ചിട്ട് മുസ്ദലിഫയിൽ നിന്ന് കല്ല് പെറുക്കണ്ട. മിനയിൽ നിന്ന് നമ്മൾ കിടക്കുന്ന ടെന്റിൽ കാർപ്പറ്റ് കൊണ്ട് മാന്തിയാൽ അടിയിൽ കല്ല് മാന്താൻ കിട്ടും. പുറത്തൊക്കെ കൊണ്ടുപോയി ചെരിഞ്ഞതുണ്ടാവും, അതൊക്കെ കിട്ടും. അപ്പുറത്ത് പെറുക്കിയാൽ കുഴപ്പമൊന്നുമില്ല. മുസ്ദലിഫയിൽ നിന്ന് എത്ര കല്ല് വേണം നമുക്ക്? 70 കല്ല്. 10ന്റെ അന്ന് എത്ര കല്ലെറിയാണ്ടാവും? 7 കല്ല് മതി. ബാക്കി 11, 12, 13 3 ദിവസം 3 ജംറയിൽ എറിയണം. ഒരു ജംറയിൽ 7 കല്ല്. 3 × 7 എത്രയായി? 21. 21 × 3 എത്രയായി? 63 പ്ലസ് 10 എറിഞ്ഞ 7 എത്രയായി? 70 കല്ല് വേണം. ഈ 70 കല്ല് എന്ന് പറഞ്ഞാൽ പയറുമണി, ബീൻസിന്റെ വലുപ്പമുള്ള കല്ല് ഹരീതിലുള്ളത്.
വലിയ കല്ലൊന്നും വേണ്ട, ബീൻസിന്റെ ചെറിയ പയർമണിന്റെ അത്ര വലിപ്പമുള്ള കല്ലെടുത്താൽ മതി. ചെറിയ ചരല് അതവിടെ ഇഷ്ടം പോലെ കിട്ടും. സഞ്ചിയിൽ ചെറിയ ചെറിയ സഞ്ചിന്റെ അകത്ത് ഇങ്ങനെ കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ പലർക്കും കിട്ടാണ്ടാവും അവിടെ. ഇനി ഇല്ലെങ്കിൽ പോണേക്ക് കിട്ടും. അപ്പൊ ആ കല്ല് 7 ദിവസത്തേക്ക് വേണമെങ്കിൽ 7 വണ്ണം പെറുക്കിയേക്കാം. അല്ലെ അന്നൊക്കെയുള്ള 7 കല്ല് മാത്രം നോക്കിയാൽ മതി. ഈ കല്ല് ശേഖരിക്കുക, എന്നിട്ട് കൂട്ടായിട്ട് പോകണം, കൂട്ടായിട്ട് പോകാം, ഒറ്റക്കൊറ്റക്ക് പോകണം, അങ്ങനെ പോകാം. പോകുന്നു മുസ്ദലിഫ, മിന കഴിഞ്ഞിട്ട് ജംറ കഴിഞ്ഞിട്ട് മക്ക. അപ്പൊ നമ്മള് ആദ്യം മിനയിൽ വന്നു. മിനയിൽ നമ്മൾ അറഫയിൽ പോയി. അറഫയിൽ നിന്ന് പിന്നെ 9 രാത്രി മുസ്ദലിഫയിൽ വന്നു. രാത്രി അവിടെ താമസിച്ചു. രാവിലെ 10 ഇറങ്ങി നടന്നിട്ട് അവിടെ എത്തി, മിനയിലെത്തി. മിനയിൽ നമ്മൾ ടെന്റിലൊക്കെ പോയി ഒന്ന് റാഹത്തായി വേണം കുറച്ച് വിശ്രമിച്ച്. ളുഹുറിന് മുമ്പ് വരെയാണ് എറിയാനുള്ള സമയം. അതിന് എറിയാൻ പറ്റാത്ത ആളുകൾക്ക് ളുഹുറിന് ശേഷവും എറിയാൻ അനുവാദം നബി നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോണ്ട, നമുക്ക് ളുഹുറിന് മുമ്പ് തന്നെ എറിയാം. അപ്പൊ കല്ലൊക്കെ പെറുക്കിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജംറ എന്ന് പറഞ്ഞാൽ കല്ലെറിയുന്ന സ്ഥലത്തിനാണ്. അവിടെ മുമ്പ് താഴെ മാത്രമേ എറിയാൻ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെങ്കല്ല് പോലത്തെ കല്ലുകൾ കൊണ്ട് ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ പടുത്ത് ഒരു സ്തൂപം പോലെ ഉണ്ടാക്കി വെച്ച ചെറിയ റൗണ്ടും കിണറിന്റെ അളമാര കെട്ടണ മാതിരി ഒരു കെട്ടും ഇതാ പണ്ടുണ്ടായിരുന്നത്. ഇന്ന് വിശാലമായ സ്ഥലങ്ങളാക്കിയിട്ടുണ്ട്. വട്ടം വലുതാക്കി, സ്തൂപം വലുതാക്കി. പിന്നെ താഴത്തെ മാത്രമല്ല, മുമ്പ് ഒരു നില ഉണ്ടാക്കി പാലത്തമ്മ കുടിപ്പ് എറിയാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം മിന നേരത്തെ പറഞ്ഞല്ലോ, അപ്പുറവും മല ഇപ്പുറവും മല, അതിന്റെ ഇടക്കാണ് മിന എന്ന സ്ഥലം. ഈ അതിന്റെ അറ്റത്താണ് എന്തുള്ളത്, ജംറ ഉള്ളത്. മസ്ജിദുൽ ഹൈഫും കഴിഞ്ഞിട്ട്, മനസ്സിലായില്ലേ? ഹൈഫും കഴിഞ്ഞിട്ടാണ് മക്കന്റെ ഭാഗത്തേക്കാണ് ഈ ജംറകൾ ഉള്ളത്. ആദ്യത്തെ ജംറന്റെ പേരെന്താ, സുഹറ, ചെറിയ ജംറ. പിന്നെ ഉസ്ത, നടുക്കുള്ള ജംറ. അക്കതിന്റെ ബോർഡുണ്ടാവും, ഇംഗ്ലീഷ്, ഉറുദു, അറബി. പിന്നെ അവസാനത്തത് ജംറ കുബ്ര, വലിയ ജംറ, അല്ലെങ്കിൽ അക്കബന്റെ ഭാഗത്തേക്കുള്ള കൊണ്ടുവരും. അപ്പോ ഈ ചെറുത് നടുക്കുള്ളത് അവസാനത്തേത്. ആദ്യ ദിവസം നമ്മൾ എറിയേണ്ടത് 1ാമത്തേലും 2ാമത്തേലും അല്ല, അങ്ങേ അറ്റത്തുള്ള 3ാമത്തെ ജംറയിലാണ്. നമ്മൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇതൊന്നും കിട്ടൂലെങ്കിൽ 1, 2, 3ാമത്തെ ജംറ നമ്മൾ മിനേന്ന് വരുമ്പോ കുബ്രയിലാണ് കല്ലെറിയേണ്ടത്. അപ്പോ ഈ 7 കല്ലേറ്റ് പോവുക, കല്ലെറിയുക. കല്ലെറിയുമ്പോ ശൈത്താനെ അല്ല എറിയുന്നത്. എറിയുമ്പോ അഴുതുമില്ലാതെ ശൈത്താൻ എന്നല്ല പറയണത്. എന്താണ്, അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. ബിസ്മിയൊന്നുമില്ല, അല്ലാഹു അക്ബർ എറിയ. പക്ഷെ എറിയുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ തിരിഞ്ഞിക്കണം? നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് ഈ അറ്റത്ത് നമ്മൾ അങ്ങേ അറ്റത്തേക്ക് പോവാണ്. അറ്റത്തേക്ക് പോകുമ്പോ നമ്മുടെ മുൻഭാഗത്ത് ഇടത്തോട്ട് മാറിയിട്ടാണ് എന്തുള്ളത്, കഴപ്പുള്ളത്, കഴപ്പന്റെ ഭാഗം. അപ്പൊ നമ്മൾ നേരെ പോയാൽ നമ്മുടെ മുന്നിൽ ഇടതുവശത്തായിരുന്നു കഴപ്പ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തിരിഞ്ഞിക്കുമ്പോ നമ്മുടെ ഇടത് ഭാഗം ഏത് ഭാഗത്തേക്ക്, മക്കന്റെ ഭാഗത്തേക്ക്, കഴപ്പുള്ള ഭാഗം മക്കന്റെ ഭാഗത്തേക്ക്. വലത് ഭാഗം നമ്മളിപ്പോ വന്ന വഴി മിനയുണ്ട്, 1ഉം 2ഉം ജംറയും കഴിഞ്ഞു. അങ്ങനെ തിരിഞ്ഞിക്കുക. അപ്പൊ വന്ന വഴിക്ക് ഇങ്ങനെ നേരല്ല നിൽക്കേണ്ടത്. നേരക്ക് വന്നിട്ട് വലത്തോട്ട് തിരിയുക. വന്നതിന്റെ നേരെ എതിരല്ല, വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിക്കുക. വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ നിൽക്കുക. അപ്പോ ഇടത് ഭാഗത്ത് കഴവ വന്നു, വലത് ഭാഗത്ത് മിന വന്നു. അങ്ങനെ നിന്നിട്ടാണ് എറിയേണ്ടത്. നബി അങ്ങനെ എറിഞ്ഞത്. ആൾക്കാർ അതൊന്നും നോക്കില്ല. ആൾക്കാർ നിന്നിട്ട് എവിടാ സൗകര്യം, വട്ടത്തും നിന്നിട്ട് എറിയാം. എറിയണേ കുഴപ്പമില്ല, നബിന്റെ സുന്നത്ത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നബിന്റെ സുന്നത്തിട്ടാൻ ഈ പറഞ്ഞ രീതിയിൽ ഇടത് മക്കയുടെ ഭാഗത്തേക്കും വലത് ഭാഗം മിനന്റെ ഭാഗത്തേക്കുമായി തിരിഞ്ഞു നിന്നാൽ കുബ്രയിൽ എറിയുക. അന്നത്തെ അതോടെ കഴിഞ്ഞു. ഓരോ ഏറിനും അല്ലാഹു അക്ബർ എന്ന് പറയുക. എറിയാൻ കഴിയാത്ത ആളുകൾക്ക് വേറെ ഒരാളെ ഏൽപ്പിക്കാം. അതിന് ഇളവുണ്ട്. സ്ത്രീകളോ വയസ്സന്മാരോ രോഗികളോ നടക്കാൻ പറ്റാത്തവരോ ഒക്കെ ആയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേറെ കൂട്ടത്തിലുള്ള ആളെ ഏൽപ്പിച്ചാൽ മതി. അല്ലെ നമ്മളെ കൂടെയുള്ള ആളെ സംഘത്തിലുള്ള ആളുകളെ ഏൽപ്പിക്കാം. ഇന്റത് കൂടി നീ എറിയണം. അപ്പൊ അയാൾ എറിയുമ്പോ ഇയാൾക്കുള്ള നീയത്തിൽ എറിയണം. ആദ്യം അയാളുടെ 7 കല്ലെറിയുക, അതിനുശേഷം അടുത്ത 7 കല്ല്. രണ്ടും കൂടി ഒരുമിച്ച് പറ്റൂല, വേറെ വേറെ കല്ല് വേണം. ഒന്ന് എറിഞ്ഞു കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ട് അടുത്ത 7 വേഗം പോവുക, എറിയ. അങ്ങോട്ട് കൂടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യും വിടാതെ മുറുക്കി പിടിച്ച് ഒരു ഒഴിവ് നോക്കിയിട്ട് അങ്ങോട്ട് കയറുക, എറിയ, നേരെ തിരിച്ചിങ്ങോട്ട് പോരാ. അങ്ങോട്ട് പോണ സുഖം ഉണ്ടാവില്ല, ഇങ്ങോട്ട് പോരാൻ. അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഇവരൊക്കെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോരാൻ. തിരക്കുണ്ടാവും, ചിലപ്പോ തിരക്കുണ്ടാകില്ല. അപ്പൊ ഏറ് കഴിയുന്നു. പിന്നെ കൊട എറിയുന്ന ആൾക്കാരുണ്ട്, ചെരുപ്പെടുത്തെറിയുന്ന ആൾക്കാരുണ്ട്, വലിയ കല്ലുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, ബഡാ ശൈത്താൻ എന്നിട്ട് എറിയുന്ന ആൾക്കാരുണ്ട്. അവിടെ പണ്ട് എഴുതി വെച്ചിരുന്നു ചോട്ടാ ശൈത്താൻ, ബഡാ ശൈത്താൻ എന്ന് സൗദി ഗവൺമെന്റ് വെച്ച ബോർഡ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കൊല്ലായിട്ട് അതില്ല. അവിടെ സുഹറ കുബ്ര, ഉസ്ത കുബ്ര അതേ ഉള്ളൂ. ശൈത്താനൊക്കെ പോയാണ്. പക്ഷെ അതിനൊരു സംഭവമുണ്ട് ഹദീസിൽ.
ആ ഹദീസ് സ്വീകാര്യോഗ്യമാണ് എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞത് കാണാം. അത്തർഗീബ് വത്തർഹീബ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ തഹ്ഖീഖിൽ ഷെയ്ഖ് അൽബാനിയെ കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി ഇസ്മായിലിനെ അറക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറയുന്ന വിഷയത്തിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് ശൈത്താൻ ഇബ്രാഹിം നബിയെ മകനെ അറക്കാൻ കൊണ്ടുവന്നതിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇബ്രാഹിം നബി കല്ലെറിഞ്ഞു, ശൈത്താൻ പിന്മാറി, വീണ്ടും വന്നു, വീണ്ടും എറിഞ്ഞു, വീണ്ടും വന്നു, വീണ്ടും എറിഞ്ഞു. ഇങ്ങനെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് സ്വീകാര്യോഗ്യമാണെന്നാണ് ഷെയ്ഖ് അൽബാനി പറയുന്നത്. അപ്പൊ ഇതിന് ഏറിനൊരു അടിസ്ഥാനമുണ്ട്, വെറുതെ എറിയല്ല. പക്ഷെ എറിയുന്നത് ആരെയല്ല, ശൈത്താനാണുണ്ടോ? ശൈത്താൻ കെട്ടിട്ടുണ്ടോ? ഇല്ല. ശൈത്താനാണെങ്കിൽ അഴുതുബില്ലാഹി ശൈത്താൻ വേണ്ടി അള്ളാഹു കൊന്നിട്ടായിരുന്നു. ഇവിടൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, ഇനി ആരൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ രീതിയിലുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പിടിക്കരുതോ. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇറങ്ങിയിട്ടുള്ള ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ മറ്റേ ആളുടെ പേരെന്തായിരുന്നു, അലി ശരീഅത്തി, അയാളുടെ പുസ്തകത്തിലും ഇത് കാണാൻ ജമാഅത്തുകാർ പറയലുണ്ട്. ഇത് എറിയുന്നത് അമേരിക്കയെയാണ്, പിന്നെ റഷ്യയെയാണ്, അങ്ങനെ ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളെയാണ് എറിയുന്നത്, പിന്നെ ഒന്ന് ശൈത്താനെയാണ് എറിയുന്നത്. അതായത് എല്ലാ ശൈത്താനിക അംശങ്ങളെയും ശത്രുക്കളെയും പിശാചിനോടുമുള്ള എതിരാണ്. ഇത് യുക്തി പറയണം. എന്തിനാ നമ്മൾ യുക്തി ഉണ്ടാക്കുന്നത്? നബി പറഞ്ഞ് സ്വീകരിച്ചാൽ പോരെ? അതിന്റെ അപ്പുറത്ത് നമ്മൾ പോണോ? എറിയാൻ പറഞ്ഞു, എറിയുന്നു, അത്രേ ഉള്ളൂ. നബി പറഞ്ഞത് ചെയ്യുന്നു. ബുദ്ധിയുണ്ടെന്ന് ആലോചിച്ച് നോക്കി. എന്താ വല്ലതെങ്കിലും ഒരു കഥയുണ്ടതിന്? കുറെ കല്ലിങ്ങനെ എറിയ, ആടെ കുറച്ചുകൂടെ എറിയ, ഒരു ദിവസം 3 എണ്ണം, ഒരു മറ്റേ 20 ദിവസം, അങ്ങനെ അടിച്ച വല്ല കഥയുണ്ടോ? ഇല്ല. പക്ഷെ മുസ്ലിമിന് കഥ ഉണ്ട്. എന്താ? അള്ളാഹ് കൽപ്പിച്ചു, നബി കാണിച്ചെന്നു, നമ്മൾ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നു, കേട്ടു, അനുസരിച്ചു. അതന്നെ, അല്ലാണ്ട് നമ്മളെ ബുദ്ധിയല്ല. അതാണ് ഈ ഇതിന്റെ അടിസ്ഥാനമായി പറയുന്നത്. അന്ന് അത് കഴിഞ്ഞാൽ, ഈ ഏറ് കഴിയുന്നതോടുകൂടി പിന്നെ ഉംറയിൽ നമ്മൾ തഹല്ലുലായില്ലേ, അതുപോലെ തന്നെ ഒരു തഹല്ലുലുണ്ട് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഫസ്റ്റ് അതിൽ ഒരഭിപ്രായം ഷെയ്ഖ് അൽബാനിയും ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഹദീസ് വെച്ച് നോക്കിയാലും അത് ശരിയാണ്. ജംറയിലെ ഏറ് കഴിഞ്ഞ് ഞാൻ നബിക്ക് സുഗന്ധം പൂശിക്കൊടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസുണ്ട്. ഇഹ്റാമിൽ സുഗന്ധം പാടുണ്ടോ? ഇല്ല. ഏറ് കഴിഞ്ഞപ്പോൾ നബിക്ക് ആയിഷ തന്നെ സുഗന്ധം വരട്ടി കൊടുത്തു. അത്തരം ഹദീസുകൾ വെച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി പറയുന്നു, ഒന്നാമത്തെ ജംറയിൽ എറിയുന്നതോടുകൂടി ഒന്നാമത്തെ തഹല്ലുലായി, അല്ലെങ്കിൽ ചെറിയ തഹല്ലുൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നേരത്തെ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ ലൈംഗിക ബന്ധമല്ലാത്ത, ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ ലൈംഗിക ബന്ധമല്ലാത്ത മറ്റെല്ലാ വിലക്കുകളും ഒഴിവായി. അത് മാത്രം പറ്റൂല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രസ്സ് മാറാം. ഡ്രസ്സ് മാറിയിട്ട് പിന്നെ മുടി കളയുക, എന്നിട്ടൊന്ന് കുളിക്കാൻ ചില സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുളിച്ച് പോണ വയ്ക്ക് തന്നെ മുടി കളയാൻ പറ്റും. നമുക്ക് തന്നെ കളയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പോലെ. അല്ലെങ്കിൽ വേറെ ആളുകൾ കളയാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ മക്കത്ത് ഇഷ്ടം പോലെ സൗകര്യം ഉണ്ട്. മുളിയൊക്കെ കളഞ്ഞ് മക്കത്തുള്ള ഏതെങ്കിലും ഹമാമ് പോയിട്ട് അവിടുന്ന് കുളിച്ച് റാഹത്തായി ഡ്രസ്സൊക്കെ മാറ്റി കുളി വെച്ചാൽ നല്ല ആശ്വാസം. ഇത് ഈ 4 ദിവസം വെട്ടിയാ മതി. നേരത്തെ പറഞ്ഞില്ലേ, അത് വെടിയും പറ്റും. വെട്ടലോ വടിക്കലോ? വടിക്കലാണ് അഫ്ളൽ. ട്രിമോട്ട് ചെയ്താൽ മതി, വെട്ടണമെന്നേ ഉള്ളൂ. അല്ലേ വടിക്കാൻ മുടി ഉണ്ടാവും. നിങ്ങൾ ഇന്ന് മൊട്ടടിച്ചു നോക്കി, ഇന്ന് നാളെ കൈ ഒടിച്ചു നോക്കി, എന്തെങ്കിലും കുത്തുവോ ഇമല്? ഉണ്ടാവും. അക്കുത്തുന്ന സാധനം മതി. അതിനാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ശൈഖുദ്ദീൻ ഇമ്രാറു മൂസ. എന്താ ഇമ്രാൻ നടത്തിക്കാന്ന്? മൂസനെ നടത്തിക്കാൻ. ഏത് മൂസ? മറ്റേ മൂസാക്കല്ല, നേരത്തെ പറഞ്ഞ മൂസ. ഏതാ? കത്തി. അപ്പൊ മുടിയില്ലാത്ത എന്താണുള്ളത്? ആ കുറ്റിന്റെ മുകളിൽ കൂടി ഒന്ന് മൂസനെ വായിപ്പിക്കുക. കിട്ടുന്നത് മതി, ആ കുറ്റി മതി, കൂലി കിട്ടും. ഇല്ലേ? അതന്നെ മതി. ഷേവ് സെറ്റ് കൊണ്ട് മതി. പക്ഷെ മുറി നോക്കണം, ചിലപ്പോ ചെത്തിപ്പോരും. അപ്പോ അത് ചെയ്യാ. എന്നിട്ട് മക്കത്ത് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെ 2 സംഗതി ചെയ്യേണ്ട എന്താ? തവാഫും സഴിയും. നേരത്തെ ചെയ്തതുപോലെ. അതിന്റെ ഒന്നും വിശദീകരിക്കില്ല. തവാഫ് നടത്തണം, സുന്നത്ത് നിസ്കരിക്കണം, തവാഫിന്റെ സുന്നത്ത്, സംസം കുടിക്കുക, സഴി നടത്തുക. അപ്പൊ ഈ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തപ്പോ? ജംറയിൽ എറിഞ്ഞു, മുടി കളഞ്ഞു, പിന്നെ തവാഫ് നടത്തി. ആ തവാഫിന്റെ പേരെന്താ? തവാഫു അൽ ഇഫാദ. ഹജ്ജിലെ നിർബന്ധമായ തവാഫാണ്. തവാഫുൽ ഇഫാദ നടത്തി, പിന്നെ സഴി നടത്തി. ഈ തവാഫ് കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായി തഹല്ലുലായി. ഇത് ലൈംഗിക ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ അനുവദനീയമായി. പിന്നെ അതിനവിടെ ചാൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ, മുസ്ദലിഫിലൊക്കെ അസീസിയെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ മിനയിൽ നിന്ന് ടണലുണ്ട്, ടണല് മുറിച്ച് കടന്നാൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് കുബിരി കടന്നാൽ എവിടെത്തി? അസീസിയയിൽ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഗവൺമെന്റ് ഗ്രൂപ്പ് പോണ ആൾക്കാർക്ക് അവിടെ പോയ പിന്നെ നമ്മൾ റൂമിലെത്തി. പിന്നെ എന്തിനിങ്ങോട്ട് വന്നാൽ മതി? രാപ്പ ആർക്കാൻ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ പകലൊക്കെ പോയി കുത്തുന്ന ഒരു കുഴപ്പമില്ല. രാത്രി താമസിക്കാൻ മാത്രം ടെന്റിലേക്ക് മിനയിലേക്ക് വന്നാൽ മതി. അസീസിയെ താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പമാണ്. പിന്നെ ഈ ദിവസങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നു നടന്നിട്ട്, ഇങ്ങോട്ട് വരുന്നു നടന്നിട്ട്. ടാക്സി നിങ്ങൾ ആരും വിചാരിക്കേണ്ട, നിങ്ങളെ കൊണ്ടുപോകുന്ന ബസ് ഉണ്ടാവില്ല. ടാക്സിക്ക് 10 റിയാൽ കൊടുക്കേണ്ടത് 100 റിയാൽ ചോദിക്കും. ഈ പറഞ്ഞ 4-5 കിലോമീറ്ററിന് 200, അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? അത് കൊടുത്തിട്ട് പോകാൻ തയ്യാറാണെങ്കിൽ
അതന്നെ പോയാലും അങ്ങോട്ട് എത്തൂല, വിചാരിച്ച ടാക്സി കിട്ടൂല, കിട്ടിയാൽ തന്നെ പോണമെന്നില്ല. അങ്ങനൊക്കെ സംഭവിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അത്രയും എളുപ്പം. നേരത്തെ പറഞ്ഞ തരീഖുൽ മുഷാ, നടപ്പാത. ഒരു 10-20 അരമണിക്കൂർ ജംറയിൽ നടന്നാൽ എത്താം, അത്രേ ഉള്ളൂ. ഒന്ന് നീയത്തിൽ നടന്നാൽ പിന്നെ ഒന്നും അറിയൂല. ഈ ടണലില് ഭയങ്കര ഫോഴ്സിൽ ഫാന് വെച്ചിട്ടുണ്ടാവും. ഭയങ്കര ഫോഴ്സ് ആണ്. മുകളില് ഒരു ഇത്ര നീളത്തിലുള്ള ചണ്ട പോലത്തെ ഫാനുകൾ ഉണ്ടാവും. രണ്ടാമത്തെ പിടിക്കുകയും മക്കന്റെ പരിസരത്ത് 100-ൽ അധികം ടണലുണ്ടെന്നാണ്. മലയും തുറന്ന് ടണലാണ്. അത് സൗകര്യത്തിന് വേണ്ടി ആക്കിയതാണ്. അപ്പൊ അങ്ങനെ നടന്നു പോരാ. ടണലുണ്ടാവും, ടണലിനകത്ത് പന്തലുണ്ടാവും, വെയിലുള്ളാതെ നടന്ന് അവിടെ എത്താം. അപ്പൊ എന്നാൽ സഫന്റെയും മറുപന്റെ അടുക്ക് ഈ പറഞ്ഞ മഹബിസുൽ ജിന്ന് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിന്റെ അവിടേക്ക് എത്തും. നേരെ നമുക്ക് ടോയ്ലറ്റ് പോയി കുളിച്ച് സഫയിലേക്ക് കിടക്കാൻ നല്ല എളുപ്പമാണ്. അത് കഴിഞ്ഞുമ്പോൾ തിരിച്ച് റൂമിലേക്ക് വരണം. രാത്രി താമസിക്കാൻ തിരിച്ചിലേക്ക് എത്തണം. ഇനി കുറച്ച് വൈകിപ്പോയി ഞാനിരിക്കാം, കുറച്ച് വൈകിയാൻ കുഴപ്പമൊന്നുമില്ല. രാപ്പാർക്കുക എന്ന രാത്രിയിൽ കുറച്ച് നമ്മുടെ കിടത്തം ആകാൻ അത് കുറച്ച് വൈകിപ്പോയാലും അവിടെ എത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ആ ഒരു കാര്യം നഷ്ടപ്പെടും. അതോടുകൂടി പൂർണ്ണമായി തഹല്ലുലാകുന്നു. ഇനി ഇവിടെ ഒരു തർക്കമുള്ള വിഷയമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ജംറയിലെ ഏറ് മാത്രം മതി എന്ന് ഷെയ്ഖ് അൽബാനിയെ പോലെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ആളുകൾ. ഭൂരിഭാഗ പണ്ഡിതന്മാരുടെയും വാദം ഏറ് മാത്രം പോരാ, ഏതെങ്കിലും 2 കാര്യങ്ങൾ ചെയ്താലേ എന്താവുള്ളൂ, ഒന്നാമത്തെ തഹല്ലുൽ തന്നെയാകുള്ളൂ. അതേതാണ്? ഒന്ന് ഏറിനോടൊപ്പം മുടി കളയൽ, അല്ലെങ്കിൽ ഏറിനോടൊപ്പം തവാഫ്, അല്ലെങ്കിൽ മുടി കളയൽ തവാഫ്. അറവ് അതിലൊന്നും പെടൂല. തഹല്ലുലുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല എന്ത് അറവ് എന്ന് പറയുന്നത്. അറവല്ലാത്ത ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും 2 ചെയ്താലേ ഒന്നാമത്തെ തഹല്ലുലാകുള്ളൂ എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വാദം. അതാണ് ശരി എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ ചെയ്തോളി. ഷെയ്ഖ് അൽബാനി പറഞ്ഞ ഹദീസ് നോക്കിയാൽ അതാണ് ശരി. ഞാൻ മനസ്സിലാക്കണം അതാണ് ശരി. കാരണം അയസം ഹദീസല്ലേ. ഏറ് കഴിഞ്ഞാൽ ഒന്നാം തഹല്ലിൽ ഡ്രസ്സ് മാറ്റാം, അല്ലെങ്കിൽ മുടി കളഞ്ഞാൽ ആ മുടിയൊക്കെ അഴുക്കാട് പോയിട്ട് ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ തഫദ് സുമ്മൽ യഖ്ദൂ തഫദഹും വൽയൂഫൂ നുദൂറഹും വൽയതവഫൂ ബിൽ ബൈത്തിൽ അതീഖ്. സൂറത്തുൽ ഹജ്ജിലെ 29-ാം ആയത്ത്. നിങ്ങൾ നിങ്ങളുടെ അഴുക്കുകളൊക്കെ നീക്കുക. മുടി വെട്ടാല മുടി വെട്ടുക, രോമങ്ങൾ കളയാളം കളയുക, നഖം മുറിക്കുക നഖം കറിക്കുക, അതാണ് തഫദന. അതൊക്കെ ഒഴിവാക്കുക. വൽയൂഫൂ നുദൂറഹും, നിങ്ങളുടെ നേർച്ചകൾ നിങ്ങൾ പാലിക്കുക എന്നാണ് അറവുണ്ട്, അറവ് നടത്തുക. വൽയതവഫൂ ബൈത്തിൽ അതീഖ്, നിങ്ങളെ ബൈത്തുൽ അതീഖ് തവാഫ് ചുറ്റുക എന്നാണ് തവാഫ് നടത്തുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ക്രമം ഏറ്, പിന്നെ അറവ്, പിന്നെ മുടികളയൽ, പിന്നെ തവാഫ്. പക്ഷേ ഏത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ആദ്യം സൗകര്യം? ഏറിന്റെ മുമ്പേ പോയി നിങ്ങൾ തവാഫ് നടത്താൻ പറ്റുമോ? തവാഫ് സ്ഥലം നടത്തി പോന്നോളൂ. ആദ്യം പോയിട്ട് അറവ് നടത്തിക്കോളൂ. മുടികളയാൻ പറ്റൂല. മുടിയാണെങ്കിൽ ഏറ് കഴിയണ്ടേ. അപ്പോ ഏതും ചെയ്യാം. ക്രമം തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് ചെയ്തു നബിയെ, ഞാൻ ആദ്യം ഇതാണ് ചെയ്യാൻ ചെയ്തത്, ഇതൊക്കെ വന്ന് പറഞ്ഞ ആളുകളോട് നബി ലാ ഹറജ് ലാ ഹറജ് ലാ ഹറജ് എന്ന് പറഞ്ഞാണ്. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നബി അനുവദിച്ചതാണ്. പക്ഷെ ഈ ലാ ഹറജന്റെ ഹദീസ് വെച്ചിട്ട് ഇന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ദീനിൽ എന്ത് ചെയ്താലും ലാ ഹറജ്, കുഴപ്പമില്ല എന്ത് പത്ത് വെച്ചാൽ ലാ ഹറജ് ലാ ബസ്. അത് നമ്മൾ ഉണ്ടാക്കുകയാണ്. മറ്റത് വഹി കിട്ടുന്ന നബിയാ പറയണത്. നബി സ്വന്തം പറഞ്ഞല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ നബി പറഞ്ഞതാണ് എന്ത് കുഴപ്പമില്ല. അപ്പൊ ആ കുഴപ്പമില്ലാന്ന് നബി പറഞ്ഞ കാര്യം നമുക്ക് കുഴപ്പമില്ല, നമ്മളെ വക കുഴപ്പം നീക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ ക്രമം തെറ്റുന്നതിന് കുഴപ്പമില്ല, അത് നബി അനുവദിച്ചതാണ്. അപ്പൊ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ 2 അഭിപ്രായങ്ങൾ മനസ്സിലാക്കുക. ഇനി ഷെയ്ഖ് അൽബാനി പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, ഇത് ഏറ് കഴിഞ്ഞാൽ എന്തായി, ഒന്നാമത്തെ തഹല്ലുലായി, നമുക്ക് ഡ്രസ്സ് മാറാം. പക്ഷെ അൽബാനി വേറെ വിഷയം പറയുന്നുണ്ട്. നേരത്തെ ഞാൻ കാണിച്ച മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ ഞാൻ പരിഭാഷപ്പെടുത്തിയ ബുക്കിന്റെ അകത്ത്, ഏറ് കഴിഞ്ഞു, അയാൾക്ക് അന്ന് മക്കത്ത് വന്ന് തവാഫ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ തിരിച്ച് ഇഹ്റാമിന്റെ ഡ്രസ്സിലേക്ക് തന്നെ മാറണം. അപ്പൊ ഒരു കണ്ടീഷൻ അതിന്റെ കൂടെ ഉണ്ട്. വെറും ഏറല്ല, ഏറ് കഴിഞ്ഞ് മാറ്റാം, എന്നിട്ട് തവാഫ് നടത്തണം. തവാഫ് നടത്താൻ അന്ന് തവാഫ് നടത്താൻ പറ്റില്ലെങ്കിൽ അയാള് ട്രൗസർ കുപ്പായൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇഹ്റാമിന്റെ തുണി തന്നെ കൊടുക്കണം. പെണ്ണുങ്ങളാണെങ്കിൽ ഇഹ്റാമിന്റെ നിയ്യത്തിലേക്ക് പോകണം. അതിന് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുന്നു. ഒരു ഹദീസ് അതിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പരിഭാഷ ഞാൻ കൊടുത്തിട്ടുണ്ട്, നീണ്ട ഹദീസ്. പക്ഷെ അതിന്റെ അടിയിൽ നീണ്ട കുറിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസിനെ ഷെയ്ഖ് ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് തുടങ്ങിയ പ്രമുഖരായ സലഫി പണ്ഡിതന്മാരൊക്കെ അതിനെതിരാണ്. ഈ ഹദീസ് മറ്റ് പ്രമുഖമായ ഹദീസുകൾക്കെതിരാണ് എന്നതുകൊണ്ട് ഇത് സ്വീകാര്യോഗ്യമല്ല. ഷെയ്ഖ് അൽബാനി പറയുന്നു ഈ ഹദീസിന് ഒരു കുഴപ്പവുമില്ല, ഇങ്ങനെയാണെങ്കിൽ ആ ഹദീസിന് എതിരുമല്ല, അതുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കാം, നബിന്റെ ഹദീസാണ്, അതാണ് ശരി എന്നൊന്നും ആളുകൾക്ക് അങ്ങനെ ചെയ്യാം, ഗ്രൗണ്ടിലല്ല. പിന്നെ 2-ാമത്തെ ദിവസം നിസ്കാരമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അതാത് സമയങ്ങളിൽ കസറാക്കി നമസ്കരിക്കുന്നു. എന്തില്ല? ജമ്മില്ല.
അറഫയിൽ മാത്രമാണ് ജമ്മും കസറും ഉള്ളത്. മനസ്സിലല്ലേ? അറഫയിലും മുസ്ദലിഫയിലും. മിനയിൽ അതാത് സമയങ്ങളിൽ കസറാക്കി നമസ്കരിക്കുക. അപ്പം ബുദ്ധി ഉപയോഗിക്കുന്നവൻ ചോദിക്കുക, ഇതെന്ത് ബുദ്ധിയാ? 9 അന്ന് അവിടെ ജമ്മും കസറാക്ക, 8 പറ്റൂല, 10, 11, 12, 13 പറ്റൂല. ഇതെന്ത് നിയമ? അതങ്ങനെ നബി പഠിപ്പിച്ച് അവിടെ നമ്മളെ ബുദ്ധിക്ക് പ്രസക്തി ഇല്ല. അതാണ് നമ്മളെ ബുദ്ധിയായിട്ട് വെച്ചിട്ട് അള്ള പറഞ്ഞ് കേൾക്കാൻ തന്നെ. അതിനാണ് അനുസരണം. ഇത്തിബാഴ്, പിൻപറ്റുക എന്നുണ്ട്. എന്താ പറഞ്ഞത് ചോദ്യം ചെയ്യാതെ പിൻപറ്റുക. അവിടെ മുജാഹിദ് യുക്തിവാദി ചെയ്യാൻ പറ്റൂല. അപ്പൊ 10 കഴിഞ്ഞ് 11 12 13 ആകെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഹജ്ജിന്റെ ഭാഗമായുള്ള പണി എന്ന് പറയുന്നത് എന്താ? ജംറയിൽ എറിയലാണ്. അതിന്റെ സമയം വ്യത്യാസമുണ്ട്. അതെപ്പോഴാ? ളുഹറിന് ശേഷം. ളുഹറിന് ശേഷം മഗ്രിബ് വരെ ഉള്ള സമയമാണ് 11, 12, 13 തീയതികളിൽ എറിയാനുള്ള സമയം. പക്ഷേ ആ സമയത്ത് കഴിയാത്ത ആളുകൾക്ക് രാത്രിയിലും എറിയാൻ നബി അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കാരണത്താൽ ക്ഷീണം കൊണ്ട് കിടന്നുപോയി, പോകാൻ പറ്റില്ല, അല്ലെ തിരക്കായി, അങ്ങനെ പോകാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം? രാത്രി എറിയാം. തീരെ പോകാൻ കഴിയാത്ത ആളുകൾക്ക് വേറൊരാളെ ഏൽപ്പിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ പറ്റും. അപ്പൊ അന്ന് നമുക്ക് വേണ്ടത് ദിവസത്തേക്ക് 21 കല്ലാണ്. അന്ന് എറിയുമ്പോ അവിടെ ചെയ്യേണ്ട സംഗതി എന്താണ്? 3 എണ്ണത്തിൽ എറിയണം. ആദ്യത്തത് ജംറ സുഗ്റ, ചെറിയ ജംറ, അല്ലെങ്കിൽ 1ാമത്തെ ജംറ. ആദ്യത്തെ ഏറ് ഈ 1ാമത്തെ ജംറയിലാണ്, പിന്നെ 2ാമത്തതിൽ, പിന്നെ 3ാമത്തതിൽ. എറിയുന്ന രീതി നേരത്തെ പറഞ്ഞ പോലെ 10 എറിഞ്ഞ പോലെ. എങ്ങനെയാണ്? ഇടത് ഭാഗം കഅബക്ക് ഭാഗത്തേക്കും വലത് ഭാഗം മിനയുടെ ഭാഗത്തേക്കുമായി തിരിഞ്ഞു നിന്ന് എറിയുക. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണ്? 1ാമത്തെ ജംറയിൽ ഇപ്പറഞ്ഞ രീതിയിൽ എറിഞ്ഞതിന് ശേഷം ജംറയുടെ വലതുഭാഗത്തേക്ക് മാറി നിൽക്കുക. അപ്പൊ നമ്മള് മിനയിൽ നിന്ന് വന്നു, എന്നിട്ട് എവിടെ നമ്മൾ നിൽക്കുന്നത്? ഇവിടെ നിൽക്കുന്നു. ഇടത് ഭാഗം മക്ക, വലതു ഭാഗം മദീന. തിരിഞ്ഞു, ഇവിടെ നിന്ന് എറിഞ്ഞു. എറിഞ്ഞതിന് ശേഷം ജംറയുടെ വലതു ഭാഗത്തേക്ക് മാറി നിൽക്കുക. മനസ്സിലായോ? എന്നിട്ട് എങ്ങോട്ട് തിരിയണം? അല്പം ഇടത്തോട്ട് തിരിഞ്ഞിക്കുക. എന്ത് കിട്ടും? കിബില കിട്ടും. അടക്ക കിബിലന്റെ ആരമാർക്ക് കാണാം, ബോർഡ് വെച്ചിട്ടുണ്ടാവും. കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്ന് കൈ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിക്കുക. സ്ഥലം ഉണ്ടാവും അവിടെ. ജംറന്ന് കുറച്ചങ്ങോട്ട് വിട്ടുന്നാൽ മതി. അവിടെ ജംറന്റെ കുറച്ച് അങ്ങോട്ട് മാറി നിന്നാൽ തിരക്കുണ്ടാവില്ല, ഏറിന് തിരക്കുണ്ടാവില്ല, പോണ ആൾക്കാരുണ്ടാവും. അവിടെ നമുക്ക് ഇഷ്ടം പോലെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. വലതു ഭാഗത്തേക്ക് മാറി നിന്നതിന് ശേഷമാണ് കിബിലക്കാർ തിരിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. 2ാമത്തെ നടുക്കുള്ള ഉസ്ത ജംറയിൽ എറിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് തന്നെ വരണം. എവിടെ? അവിടെ ഇങ്ങോട്ട് എറിയാവോ? എറിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദിശ മാറും. ഇത് വലതു ഭാഗത്ത് മിനയാവൂല, ഇടതു ഭാഗത്ത് കഅബയാവൂല. അപ്പോ ആദ്യം നിന്നപോലെ തന്നെ 2ാമത്തെ ജംറയിലും ഇതേ ഭാഗത്ത് വന്ന് നിൽക്കുന്നു. ഇടതു ഭാഗത്ത് കഅബ, വലതു ഭാഗത്ത് മിന. ഏറ് നടത്തുന്നു. ഏറ് നടത്തിയതിനു ശേഷം 1ാമത്തേല് നമ്മൾ എങ്ങോട്ട് മാറിയിട്ടാ പ്രാർത്ഥിച്ചത്? വലതു ഭാഗത്തേക്ക്. 2ാമത്തെ ജംറയിൽ ഇറങ്ങുന്നതിന് ശേഷം ഇടതു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് കിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ 2 പ്രാർത്ഥന, 2 ഭാഗത്ത്, 1 വലത്, 2 ഇടത്. പിന്നെ മുന്നോട്ട് നടക്കുക. 3ാമത്തെ ജംറയിലെത്തി. 3ാമത്തെ ജംറയിലും എറിയേണ്ടത് നേരത്തെ നിന്നതുപോലെ 10 നിന്നില്ലേ, അതേമാതിരി തന്നെ ഇന്ന് 2 നിന്ന പോലെ തന്നെ അതേ ഭാഗത്ത് നിന്നുകൊണ്ട് അതേ പ്രകാരം നിന്നുകൊണ്ട് എറിയുക. എറിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ല. കുബറ കഴിഞ്ഞിട്ട് എന്തില്ല? പ്രാർത്ഥനയില്ല. അപ്പൊ അവസാനത്തെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം ഇടത്തോ വലത്തോ മാറിയോ ഒരു നിലക്കും ഒരു പ്രാർത്ഥനയും നബി നടത്തിയിട്ടില്ല. അപ്പൊ അവിടെ പ്രാർത്ഥനയില്ല. 1ലും 2ലും പ്രാർത്ഥന ഉണ്ട്. 1ൽ വലത്തോട്ട് മാറിയും 2ൽ ഇടത്തോട്ട് മാറിയും പ്രാർത്ഥന. 3ാമത്തതിൽ ഇല്ല. കഴിഞ്ഞു. 21 ഏറ് കഴിഞ്ഞു. തിരിച്ച് ടെന്റിലേക്ക് തന്നെ പോകുന്നു. അവിടെ റൂമിൽ നിസ്കരിക്കാം, അല്ലെങ്കിൽ മസ്ജിദുൽ ഖൈഫ് പോകാം. നേരത്തെ പറയാൻ വിട്ട ഒരു പള്ളിയുണ്ട്, അത് പെട്ടെന്ന് കാണൂല. ഇങ്ങനെ നീളത്തിലുള്ള സ്ഥലത്തിനടുക്ക് ഏതാണ്ട് മിനയുടെ അവസാന ഭാഗത്തിന്റെ അപ്പുറത്തായിട്ട് വലത് വശത്ത് ഉള്ളോട്ടൊരു വഴി കാണാം. 2 മലന്റെ ഇടുക്ക് അങ്ങോട്ട് വലത് വശത്ത് കുറെ ദൂരത്ത് അവിടെ ഒരു പള്ളിയുണ്ട്. കുവൈത്ത് മസ്ജിദ് എന്നാണ്, മസ്ജിദുൽ കുവൈത്ത് എന്നാണ് അറിവ്. കുവൈത്ത് പള്ളി അത്യാവശ്യം വലിപ്പമുള്ള പള്ളിയാണ്. ഹൈഫിന് അത്രല്ല. ആ ഭാഗത്താണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നിസ്കരിക്കാം. അപ്പൊ 10 കഴിഞ്ഞു, 11 കഴിഞ്ഞു. പിന്നെ 11, 12, 13 ഇതേ ഏറ് ആവർത്തിച്ച് പറയേണ്ടല്ലോ. വേറെ പിന്നെ ഖുർആൻ ഓതുക, ദിക്ർ ഇല്ല, ദ്വാരക്കുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, കിടന്നുറങ്ങുക, ഭക്ഷണമൊക്കെ അവിടെ കിട്ടും. പിന്നെ അതിന്റെ ഇടക്ക് 12 അന്ന് ഏറ് കഴിഞ്ഞാൽ വേഗത്തിൽ പോരുന്ന ആളുകൾക്ക് പോരാം. അത് ഖുർആനിൽ പറഞ്ഞതാണ്. 10 എറിഞ്ഞു, 11നും 12നും എറിഞ്ഞു. അത് കഴിഞ്ഞിട്ട്
ധൃതിയുള്ള ആളുകൾക്ക്, ഇപ്പൊ GCC തരുന്ന ആളുകൾക്ക്, പെട്ടെന്ന് എത്തേണ്ട ആളുകൾക്ക്, അവർക്ക് 13ന്റെ അന്ന് എറിയുകയോ 12ന്റെ അന്ന് രാത്രി, അതായത് 13ന്റെ തലേ രാത്രി മിനയിൽ താമസിക്കുകയോ ചെയ്യേണ്ടതില്ല. 12ന്റെ ഏറ് കഴിഞ്ഞാൽ അവർക്ക് മതിയാക്കി പോരാ. നാളത്തെ ഏറും കൂടി 12ന് എറിയണ്ട, 13ന്റെ ഏറ് 12ന് എറിയണ്ട, ആ ഏറ് ഒഴിവാക്കിയിട്ട് പോരാ. പക്ഷെ പോരുന്ന ആളുകൾ സൂര്യൻ അസ്തമിക്കുന്ന മഗ്രിബിന്റെ മുമ്പായി മിനയുടെ പരിധി വിട്ട് പുറത്തിറക്കണം. ഒന്നുകിൽ അങ്ങോട്ട് അജീജിയേക്ക് പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് മക്കന്റെ ഭാഗത്തേക്ക് പോകണം, അല്ലെങ്കിൽ മറ്റേ ഭാഗത്തേക്ക് പോകണം. മിനന്റെ പരിധി പുറത്തിറക്കണം. അതൊക്കെ അവിടെ അടയാളുണ്ടാവും, മിനന്റെ ബോർഡ് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അതല്ലെങ്കിലോ അയാൾ പിന്നെ അവിടെ തന്നെ നിൽക്കണം. ഖുർആനിലെ സൂറത്തുൽ ബഖറ 230-ാമത്തെ ആയത്തിൽ ഈ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫമൻ തഅജ്ജല ഫീ യൗമൈൻ ഫലാ ഇസ്മ അലൈഹി. 2 ദിവസത്തിൽ ധൃതിപ്പെടുന്നവന് കുറ്റമില്ല. എന്നാൽ ആരെങ്കിലും പിന്തിയാലോ ഫലാ ഇസ്മ അലൈഹി, അവനും കുറ്റമില്ല, കുഴപ്പമില്ല. ലിമൻ ഇത്തഖ, അള്ളാഹനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ 12ന് പെട്ടെന്ന് പോരണം എന്നുള്ളവർക്ക് 12ന്റെ ഏറ് കഴിഞ്ഞ് മതിയാക്കി പോരാ. നാട്ടിൽ പോകാം പോണെങ്കിൽ, അല്ലെ മക്കത്തോ മദീനത്തോ അങ്ങോട്ടോ കൊണ്ടേച്ചാ പോകാം, കഴിഞ്ഞു ഹജ്ജ്. അല്ലെങ്കിൽ 13ന് എറിയാം. 12ന് ഈ ദിവസം കഴിഞ്ഞാൽ ഒരു 90% ആളുകളും മിന വിട്ടിട്ടുണ്ടാവും. എല്ലാരും ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നു. കുറ്റം പറയാൻ പറ്റില്ല, ആനുകൂല്യമല്ലോ സ്വീകരിക്കാൻ. പക്ഷേ 13ന് കൂടി അവിടെ നിന്ന് എറിയുന്നതിനെ കുറിച്ച് ലിമനിത്തഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറാണ് നല്ലത്, നബി എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ എന്തായി, മിന കാലിയായി. ഇതുവരെ നടക്കാൻ പറ്റാത്ത, തിങ്ങി നിറഞ്ഞ, കക്കൂസിലേക്ക് പോയിക്കൂടാത്ത ആ സ്ഥലമൊക്കെ കയറിയിട്ട് എവിടെ നിങ്ങൾക്ക് എങ്ങനെ ഏത് കോലത്ത് കിടക്കണമെങ്കിലും കിടക്കാം. ടെന്റൊക്കെ കാലിയായിട്ടുണ്ടാവും, റോഡൊക്കെ കാലിയായിട്ടുണ്ടാവും, ബസ് ഉണ്ടാവില്ല, ആളുണ്ടാവില്ല, ചിലപ്പോൾ പേടിയാവും. അങ്ങനത്തെ കാലിങ്ങോട്ടാവും, ഒക്കെ പോകും. ബാക്കിയാവുന്നത് കേരളക്കാരാണ് അധികവും, കുറച്ച് സെലഫികളും. ബാക്കി ആരെയും അവിടെ കാണൂല, ഫുള്ള് കലിയായി. അപ്പൊ 13ന്റെ ഏറ് കൂടി നടത്തിയിട്ട് പോരാ. അന്ന് നടന്ന് കാണാനുള്ള മീനൊക്കെ ഒന്ന് നടന്ന് കാണാം. ഈ 12 കൂടെ കഴിഞ്ഞിട്ട് 13ന്റെ അന്ന്. പിന്നെ ഒരു വിഷയം ഇവിടെ പറയാൻ ബാക്കിയുണ്ട്. അറവ് സർക്കാരിൽ പോകുന്ന ആളുകൾ പൈസ കിട്ടുന്നു. കിട്ടണ കെട്ടാത്തർ കെട്ട പൈസ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങി ഇറക്കാം. പ്രൈവറ്റ് പോകുന്ന ആളുകൾ മിക്കവാറും ഗ്രൂപ്പായിട്ട് ഇറക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം മൃഗത്തെ വാങ്ങി ഇറക്കാം, അതിന് പറ്റും. പിന്നെ അവിടെയുള്ള ആരെയും നിങ്ങൾ കൊടുത്തേൽപ്പിക്കരുത്. പലരും വന്ന് ചോദിക്കും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇവിടെ കൊടുത്തോളാം. അവിടെ ഉണ്ടായിരുന്നത് കേനമിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ അങ്ങനത്തെ അത്തരം ഒരു സംവിധാനം സെറ്റപ്പ് കേനമനും ഇല്ല, വേറെ ആളുകൾക്കും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സംഘടന ഉണ്ടോ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരും ഈ വാങ്ങിക്കൊണ്ടുപോകുന്ന അറക്കും നമുക്കൊരു ഉറപ്പില്ല. അറക്കാതെ ആ പൈസയിട്ട് മുങ്ങിയ മനുഷ്യന്മാരുണ്ട്. അറിവില്ല, ആ പൈസ വാങ്ങിയവനെയും കാണാനില്ല. ജാതി പല തട്ടിപ്പുകാരും മലയാളികളും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. ജനങ്ങളെ ഊറ്റാനായി നടക്കുന്ന ആളുകൾ. പിന്നെ ഇനി ചില മൂല്യന്മാരത്തും അങ്ങനത്തെ ആൾക്കാരത്തും ആവും കൊടുക്കാൻ നിൽക്കണ്ട. സർക്കാരിന്റെ ഇസ്ലാമിക് ബാങ്കിന്റെ കൗണ്ടർ ഉണ്ടാവും മക്കന്റെ പരിസരത്തൊക്കെ, പല കൗണ്ടറും കാണാം. ആ കൗണ്ടറിൽ കൊണ്ടുപോയി അവർ പറയുന്ന പൈസ അടച്ചാൽ നമുക്കൊരു കൂപ്പൺ കിട്ടും. ഈ കൂപ്പൺ കൊണ്ടുപോയി അറവ് നടക്കുന്നിടത്ത് ചെന്നാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു മൃഗത്തെ നമുക്ക് ഇറക്കാം. നമുക്ക് എത്ര ഉണ്ടോ മൃഗത്തെ നമുക്ക് ഇറക്കാം. അതിന്റെ ഒരു വിഹിതം മാംസമാണോ, മാംസം ഒരു പാക്കറ്റ് നമുക്കൊരു വിഹിതം നമുക്ക് കിട്ടും. അത് നമുക്ക് കൊണ്ടുവന്ന് തിന്നാം. അതിനൊക്കെയുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ ഈ രീതിയൊക്കെ സ്വീകരിക്കാം. ഏതായിരുന്നാലും മുത്തമത്തിയായി പോകുന്ന ആളുകളും കാരിനായി പോകുന്നവരും എന്ത് ചെയ്യണം, അറവ് നടത്തണം. ഇനി സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്താം. അറക്കാനുള്ള ദിവസം 10-ന് ഇറക്കാം, 11-ന് ഇറക്കാം, 12-ന് ഇറക്കാം, 13-ന് ഇറക്കാം. നമ്മൾ ഒന്നി ഇറക്കുന്ന പോലെ തന്നെ 4 ദിവസം ഉണ്ട്. ആ 4 ദിവസങ്ങൾക്ക് 13-ന്റെ അന്ന് അസറിന് മുമ്പായി അറുത്താൽ മതി. പിന്നെ അവിടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണി ബാക്കിയുണ്ട്. എന്താ, എന്നാണോ നിങ്ങൾ മക്ക വിട്ട് കഅബ വിട്ട് പോരുന്നത് അന്ന് ഒരു തവാഫ് നടത്തണം. അതിന്റെ പേരെന്താ, തവാഫുൽ വദാ, വിടവാങ്ങൽ തവാഫ്. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ നിർബന്ധമാണ്. എപ്പോഴാണ് പോരുന്നത്, അവസാനത്തെ നമ്മുടെ കഅബയുമായുള്ള ബന്ധം തവാഫായിരിക്കുക. അതിനാണ് വിടവാങ്ങൽ തവാഫ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, കഅബന്റെ അടുത്ത് നിന്ന് വിട്ടു പോരണം. വേഗം മക്ക വിട്ടു പോരുക. നമുക്ക് എങ്ങോട്ടാ പോണ്ടി, എയർപോർട്ട് കാണോ, മദീനത്തെ കാണോ, നാട്ടിൽ കാണോ, വേറെ എങ്ങോട്ടാണോ, എങ്ങോട്ട് പോകാം. ഇത് ആണിനും പെണ്ണിനും. പക്ഷെ അവിടെ സ്ത്രീകൾക്ക് ഈ തവാഫുൽ വദാ നടത്താൻ സാധിച്ചില്ലെങ്കിലും മനസ്സ് സഞ്ചരിക്കുക, ശുദ്ധി ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് പോരുന്നെങ്കിൽ പൂർവ്വം ചെയ്താൽ മതി. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇളവുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. പിന്നെ അതിൽ വേറെ പ്രശ്നം വരുന്നത് തവാഫുൽ ഇഫാദ, ഹജ്ജിന്റെ ഭാഗമായുള്ള തവാഫില്ലേ, അത് നിർബന്ധമായ തവാഫാണ്. ആ തവാഫിനും പെണ്ണിന് ശുദ്ധി ഉണ്ടായില്ല. 12-ന് അല്ലെ 13-ന് ഫ്ലൈറ്റാന്ന് വിചാരിച്ചോളി. അല്ലെ ശുദ്ധിയാകുന്നതിന്റെ മുമ്പ് നാട്ടിലേക്ക് തിരിച്ചു വരണം. അങ്ങനെയാണ് ഫ്ലൈറ്റിന്റെ ക്രമം, ടിക്കറ്റ് എടുത്തത്, അല്ലെങ്കിൽ സർക്കാർ ചാർട്ട് ചെയ്ത് അങ്ങനെയാണ് എന്ന് വിചാരിക്കുക. തവാഫ് കൂടെ ബാക്കിയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഹജ്ജ് പൂർത്തിയായോ? പൂർത്തിയായില്ല. അപ്പൊ അവിടെ 3 രീതികൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇതൊന്നും നബിന്റെ കാലത്തില്ലാത്തൊരു വിഷയം. നബിന്റെ കാലത്ത് വിമാനവും ഇല്ല,
തീവണ്ടിയില്ല. മൃഗത്തിന്റെ പുറത്ത് പോവുക, മൃഗത്തിന്റെ പുറത്ത് പൂരല്ല നടന്നു പോവുക. അപ്പോ അവിടെ നിന്നിട്ട് പിന്നെ പോയാൽ മതി. ഇന്ന് അങ്ങനെയല്ല. കാലം മാറി, കോലം മാറി, വാഹനങ്ങൾ മാറി, സമയവ്യത്യാസം വന്നു. അപ്പൊ ഒരു പെണ്ണിന് ശുദ്ധിയായിട്ടില്ല, തവാഫുൽ ഇഫാദ ബാക്കിയുണ്ട് എങ്കിൽ ഹജ്ജ് പൂർത്തിയായിട്ടില്ല. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നത് ഒന്നുകിൽ നിൽക്കാൻ സമയമല്ല, നാട്ടിലേക്ക് പോയതിനു ശേഷം ശുദ്ധിയായതിനു ശേഷം തിരിച്ചു വന്ന് തവാഫുൽ ഇഫാദ നടത്തുക. നടക്കുവോ? പ്രയാസാണ്. നടത്തുകയൊന്നുമില്ല, പൈസ വെക്കണം. ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ്, തിരിച്ചു പോകാൻ ടിക്കറ്റ്. രണ്ടാമത്തത് അടുത്ത വർഷം വന്ന് വീണ്ടും ഹജ്ജ് നിർവഹിക്കുക. അതും അസാധ്യമാണ്. വിസ കിട്ടണ്ടേ? പാഞ്ഞു വരാൻ പറ്റില്ലല്ലോ. ഹജ്ജിന്റെ വിസ കിട്ടിയാലും കൂടെ വരാൻ പറ്റില്ല. ഹജ്ജ് സമയത്ത് അത് കിട്ടിക്കൊള്ളുന്നില്ല. മൂന്നാമത്തെ വഴി, ഇതൊരു നിർബന്ധിത സാഹചര്യമാണ്. പെണ്ണ് കുറ്റക്കാരിയല്ല. അതുകൊണ്ട് ആർത്തവമുള്ളതോടൊപ്പം തന്നെ പേടൊക്കെ ധരിച്ച് രക്തം പുറത്തു വരാത്ത രീതിയിൽ ഈ അശുദ്ധിയോടുകൂടി തന്നെ തവാഫ് നിർവഹിച്ചു.